എന്തുവാ സീനൊന്നുമില്ലല്ലോ. നോക്കട്ടെ. ഗസ്റ്റ് റിക്വസ്റ്റ് കല്യാണാലോചന. എൻ്റെ പൊന്നു മുനീറ, എന്നോടല്ല വേട്ടാവളിയാ ഞാൻ പറഞ്ഞത്. എന്നെ കല്യാണം ആലോചിച്ച ചേട്ടനോടാ. എന്ന നാട്ടിലേക്ക് പോണേ? 31-ാം തീയതി പോവും സുബീഷ് ചേട്ടാ. സുബീഷ്, ഈ സുബീഷ് എന്ന് പറഞ്ഞ പേര് വെക്കുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ, ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സുബീഷ് എന്ന് പറഞ്ഞൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പം ആ കസ്റ്റമർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എന്നിട്ട് അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു, നീ നോക്ക് എനിക്ക് നല്ല സുന്ദരിയായ പെണ്ണിന് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു തന്നെ. ഫെബ്രുവരി 31-നാണ് പോണത്. പൊടപട്ടി. മിന്നസോട്ട സർക്കസ് ഇഷ്ടപ്പെടാത്തത് മനസ്സിലായില്ല. പട്ടി നീ ഷണോജ്, നിന്നെയല്ല ഞാനത് വിളിച്ചത്, മാഗ്നറ്റോനെയാണ്. മാഗ്നറ്റോനെ എനിക്കത് വിളിക്കാനും മാത്രം അതിന് മാത്രം അടുപ്പമുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ്. എൻ്റെ ഒരു കുഞ്ഞു മോനെ പോലെ ഞാൻ കാണുന്നൊരു കുട്ടിയാണത്. അതുകൊണ്ട് എനിക്ക് അവൻ്റെ അടുത്ത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് വിളിച്ചത്, നിങ്ങളെ അല്ല. ഓക്കെ. ഹായ് രാമി. ഷണോജ്, സോറിയുടെ ആവശ്യമൊന്നുമില്ല. പോയി എല്ലാം ഭംഗിയാക്കി വരും. പ്രാർത്ഥിക്കണം, കാരണം ഞാൻ ചെറിയൊരു വിഷമമുണ്ട്. ശരിയാവും, എന്തെങ്കിലും ഒരു വഴി വരും, അതെനിക്കറിയാം. എന്നാലും ആ ഒരു കാര്യം ഒന്ന് ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ശരിയാവട്ടെ. എന്താ കാര്യം? ഞാൻ വീട് പണി നടത്തുന്നുണ്ട്. അപ്പോൾ വീട് പണീൻ്റെ അതിൻ്റെ ഒരു ഫിനാൻഷ്യലി ഉള്ളൊരു പ്രോബ്ലം. യെസ്, വി വിൽ പ്രേ ഫോർ യു. ഇൻഷാല്ലാ എല്ലാം റെഡിയാവും. താങ്ക് യു. കരച്ചിലില്ല. എന്താ നാട്ടിലെ പ്രശ്നമൊന്നുമില്ല. വീട് പണിയാണ് അതിൻ്റെ ഒരു പ്രാർത്ഥിക്കട്ടെ എല്ലാവരും. ഡാസിനോട് ചോദിക്കും മോളെ. ഡാസ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്കിനി അവനോട് പൈസ ചോദിക്കാനൊന്നും പറ്റില്ല. മാത്രമല്ല ഡാസിൻ്റെ ഭർത്താവൊന്നും അല്ലല്ലോ, നിൻ്റെ സപ്പോർട്ടറല്ലേ അല്ലേ? മാത്രമല്ല ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഉറങ്ങിക്കൂടെ? ഉറക്കം പറഞ്ഞില്ല. ഷുവർ. നമ്മളൊക്കെ ഒരാളെ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ സഹായിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ നനഞ്ഞിടം കുഴിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി കേട്ടിട്ടില്ലേ? അങ്ങനെ നനഞ്ഞിടം കുഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. മാത്രമല്ല അവനെ കൊണ്ട് പറ്റുന്ന പോലെ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിനെ ഞാൻ ഇനിയും ചൂഷണം ചെയ്യുന്നതിനോട് എനിക്ക് ഒരു അഭിപ്രായമില്ല. അവൻ ചെയ്തു തന്നൊന്നും എനിക്ക് ഈ ലോകത്ത് ആരും ചെയ്തു തന്നിട്ടില്ല. അത്രയ്ക്കും അവൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്നും എൻ്റെ മരണം വരെയും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വിടർത്തി പറക്കാൻ എന്നെ പഠിപ്പിച്ചതും അതിൻ്റെ ധൈര്യം എനിക്ക് തന്നതും എന്നും ഡാസ് തന്നെയാണ്. ഓക്കെ, അതെന്നും ഡാസ് തന്നെയാണ്. കാരണം എനിക്ക് ധൈര്യം ഇല്ലാണ്ടിരുന്ന നിന്നെക്കൊണ്ട് പറ്റും, നിന്നെക്കൊണ്ട് അതെല്ലാം ചെയ്യാൻ പറ്റും, നിനക്കതാവും എന്നുള്ള ഒരു ധൈര്യം തന്നതും ഡാസ് എന്നും കൂടെ ഉണ്ടാവുന്ന ഡാസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നോട്, ഞാനില്ലെങ്കിലും നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, നിന്നെക്കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നൊക്കെ പഠിപ്പിച്ചു തന്നൊരു വ്യക്തിയാണ്. സോ അവനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബി ഹാപ്പി. ഉറങ്ങിയില്ലേ ചെറ്റേ നീ? നാളെ ജോലിക്കൊന്നും പോകണ്ട എനിക്ക്? നാളെ തിങ്കളാഴ്ച അല്ലേ? എനിക്ക് നാളെ ജോലിയില്ല. എന്താ ആലോചിക്കണേ? നമ്മൾ ഒരുപാട് സങ്കടം വരുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിച്ച കാര്യങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ നമ്മുടെ സങ്കടം മാറും. ഉറങ്ങാൻ പോവാ. ഉറങ്ങിക്കോട്ടെ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു. ഇന്ന് നീ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. എൻ്റെ സിറ്റുവേഷൻ അറിഞ്ഞിട്ടും നീ ഇനി അങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ട. എനിക്കറിയാലോ നിൻ്റെ അവസ്ഥ. ഞാൻ സപ്പോർട്ട് ചെയ്യാം, നീ സപ്പോർട്ട് ചെയ്യും. നീ അവിടെ ഇന്ന് കൊഞ്ഞനെ കുത്തും കുരങ്ങ. ഇന്ന് വരെ നീ എനിക്കൊരു പൂ തന്നിട്ടുണ്ടോടാ വൃത്തികെട്ടവന്?
ഉണ്ടോ? നിനക്ക് എന്താടാ കർലു, ജലദോഷം പനിയാ? ആണോ? ജലദോഷം പനിയാ? തുമ്മണ? ഇവളിത് എവിടെ പോയി കിടക്കുക? ഇവൾക്ക് ഭയങ്കര ഉടായ്പുണ്ട് കേട്ടോ ഇപ്പോൾ. അജ്മൽ ഹായ്. ആരെക്കുറിച്ച് ആലോചന? സൈലൻ്റ് ഒന്നുമില്ലടോ, ഞാനൊരു കാര്യം ആലോചിച്ചത്. ചെക്കൻ വന്നില്ല. വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല. ആ മുനീറിനെ അങ്ങോട്ട് മ്യൂട്ട് അടിച്ച് കുറേ നേരമായി. ക്യൂട്ടാണ് കേട്ടോ. താങ്ക് യു അജ്മലിന്. ഈ ആലോചിക്കണ്ട, അറിയാം. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കല്ലേ. അച്ചുവിനെ കുറിച്ചാണ് ആലോചിക്കണത്. ഗുഡ് നൈറ്റ്. പോവല്ലേ പീസു, പോവല്ലേ? എവിടെ പോവാ? ഞാൻ ഉറങ്ങാതെ? ഞാൻ ഉറങ്ങുവോളം ഇന്നും നീ ഉറങ്ങിയില്ലല്ലോ. കേട്ടിട്ടില്ല? എത്ര അർത്ഥവത്തായ വരികളാണ്. കേട്ടിട്ടില്ലേ കുട്ടി? ഒന്ന് പേടി അവിടുന്ന്. ഐ ലവ് യു. താങ്ക് യു. ബൈ. പോയിട്ട് വാ. ബൈ. ഗുഡ് നൈറ്റ്. മോളെ പ്യാറവും. അമീർക്കയ്ക്ക് സന്തോഷമാവുമായിരുന്നല്ലോ ഒരു 5 മിനിറ്റ് മുന്നേ വന്നിരുന്നെങ്കിൽ. അമീർക്ക് എന്തിനാ ലേറ്റായത്? 5 മിനിറ്റ് മുന്നേ വരായിരുന്നില്ലേ അമീർക്കയ്ക്ക്? നൈസ് ഐസ്. എന്ത് പറ്റി പാറു? അയ്യോ നല്ല രസം. ഞാൻ ഓൾറെഡി ഇന്നെല്ലാ ഗെയിമിലും തോൽവിയാണല്ലോ. അതിൽ ഏറ്റവും മനോഹരമായി തോറ്റൊരു ഗെയിമായിരുന്നു കഴിഞ്ഞത്. അടിപൊളിയായിരുന്നു. വൈബ് ഗെയിം. ആരെൻ്റെ പൊന്നും കട്ടേനെ തോൽപ്പിച്ചേ? അനീറ്റ. അടിപൊളിയായിരുന്നു. സെറ്റ്. എന്തിനാ അങ്ങനെയല്ല മുഖം പിടിക്കേണ്ടത്? ചിരിച്ചിരിക്കണം നമ്മൾ. എന്തൊക്കെയായാലും നമ്മൾ ചിരിച്ചിരിക്കണം. ഓക്കെ? അനീറ്റ ബേബി. യെസ്, അനീറ്റ ബേബി. പഞ്ച് 2 ഡയലോഗും. അയവാ പെവറായിരുന്നു. പെവർ. ഷോ സാരല്ലേ, അതൊക്കെ വിട് റഫ്നു. ആരെന്ത് പറഞ്ഞാലും നമ്മൾ ചിരിച്ചിരി. ഞാൻ അത്രയൊക്കെ കേട്ടിട്ട് ഞാൻ എന്ത് ചിരിച്ചാണ് ഇരുന്നത് കണ്ട. അങ്ങനെ നമ്മളെപ്പോഴും ചിരിച്ചിരിക്കണം. ഇപ്പം നമുക്ക് ഗിഫ്റ്ററൊന്നുമില്ല. ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ മൂഞ്ചി കുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അഹങ്കാരം കാണിക്കരുത്. ഓക്കെ? അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റർ ഉള്ളപ്പോഴും നമ്മൾ ആരെടുത്തോ അഹങ്കാരം. നമ്മുടെ ഗിഫ്റ്റേഴ്സ്, എനിക്ക് വരുന്ന ഗിഫ്റ്റേഴ്സൊക്കെ അങ്ങനെയുള്ളവരായിരുന്നല്ലോ. നിങ്ങൾക്ക് അറിയാലോ. അഹങ്കാരം കാണിക്കാൻ സമ്മതിക്കാത്തവരായിരുന്നു. നമ്മൾ അഹങ്കാരം കാണിക്കണ്ട. ഓക്കെ? ഒരു ദിവസം വരും. ഒരു ദിവസം നമുക്കും ഇപ്പം നമ്മൾ തോൽക്കുന്നതിനൊക്കെ നമുക്കൊരു ദിവസം ജയിക്കാനുള്ളൊരവസരം പഠിച്ചുകൊണ്ട് തരും. അന്ന് നമുക്ക് ജയിക്കാം. ഓക്കെ? വെയിറ്റ് ചെയ്യും. അന്ന് ഡാസ് തന്നെ വരണമെന്നൊന്നുമില്ല. മേ ബി ഡാസ് ഇനി വരില്ല എന്ന് വരാം. കാരണം ഡാസ് ഇനി വരില്ലെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അവൻ എല്ലാവരുടെയും പ്രൊഫൈലിൽ കയറി നോക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അവൻ വരാണ്ടിരിക്കുന്നെങ്കിൽ അവന് വരാൻ പറ്റാത്ത എന്തെങ്കിലും കാരണമുള്ളതുകൊണ്ടായിരിക്കും. മേ ബി ഇനി ഡാസിൻ്റെ ഗിഫ്റ്ററായിട്ടുണ്ടാവില്ലേ, കൂടെ ഒരു ഗിഫ്റ്റർ എന്നുള്ള രീതിയിൽ ഡാസ് കാണത്തില്ലായിരിക്കും. പക്ഷെ ഡാസ് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോൾ അവൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ നിങ്ങൾ എൻ്റെ ഗിഫ്റ്ററായിട്ട് വരണമെന്നും പറ്റില്ലല്ലോ. ഞാൻ അങ്ങനെ ആൾക്ക് ഗിഫ്റ്ററായിട്ട് വരണം അങ്ങനെയൊന്നും ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല. അപ്പം എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവും. സോ നമ്മളത് വിടുക. പക്ഷെ നമുക്ക് വേറെ ഏതെങ്കിലും ഗിഫ്റ്റർ വരും. ഇപ്പം അറിയാലോ, കിണറ്റിൽ തവള പോയപ്പോൾ നമുക്ക് റാസി വന്നു, റാസി പോയപ്പോൾ ഡാസ്ലിംഗ് സ്റ്റാർ വന്നു. അതുപോലെ ഏതെങ്കിലും ഒരു ഗിഫ്റ്റർ വരും. ഓക്കെ? അപ്പം എന്നെ മനസ്സിലാക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗിഫ്റ്റർ വരുമ്പോൾ നമുക്ക് ജയിക്കാൻ പറ്റും. പോക്കറ്റ് കാലിയായിട്ടുണ്ടാവും. അത് അങ്ങനെയല്ല. ഇപ്പോൾ അമീർക്ക എല്ലാവരും പോക്കറ്റ് കാലിയായതുകൊണ്ട് മാത്രം ടിക്ടോക്ക് നിർത്തി പോകുന്നവരല്ല. ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം എന്താ പറയുക, പാച്ചൂനാണെങ്കിൽ ഇപ്പോൾ ഓൻ്റെ വീട്ടിൽ കുറേ കാര്യങ്ങളുണ്ട്. ഹീറോയാണ്. ഞാൻ പോലും മറ്റുള്ളവർക്ക് പലതും ചെയ്തു കൊടുക്കാറുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കുന്നത്. അത് എന്നിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലെ ആയിരിക്കും ഇവരൊക്കെ. പാച്ചു ഇത്രയും കോടിയുടെ ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പാച്ചു ചിലപ്പോൾ ഒരു പോക്കറ്റ് മണി പോലെ ചെയ്യുന്നതായിരിക്കും.
പാച്ചു എന്താ പറയുക, ആർക്കെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വെറുതെ ഇപ്പം ഈ വലിയ വലിയ ആൾക്കാർക്കൊക്കെ പോകുന്ന പബ്ബോ അങ്ങനത്തെയൊക്കെ അവിടെ പോകുമ്പോൾ ചിലവാക്കുന്ന അത്ര കാശേ ഉണ്ടാവുള്ളൂ എനിക്ക് ഗിഫ്റ്റ് അടിച്ച് കളഞ്ഞത്, അല്ലേ? അത്രേ കാണുന്നുണ്ടാവുള്ളൂ. അതവരുടെ ഒരു ഹോബി ആയിട്ട് അവർ ചിലവാക്കുന്നത്. അല്ലാണ്ട് അവരുടെ ഒരു കാശ് ഈ ഗിഫ്റ്റ് കൊണ്ട് തീരും. വലിയ ഗിഫ്റ്റേഴ്സിനെ, അതായത് നിങ്ങൾ ഈ 40 ലെവലിന് മുകളിലുള്ള ഗിഫ്റ്റേഴ്സിനെയൊന്നും നിങ്ങൾ ആ ഒരു രീതിയിൽ കാണരുത്. കാരണം ആ ലെവൽ വരെ അവർ അടിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു ക്രെഡിറ്റ് കാർഡിൽ ലോൺ എടുത്തടിക്കാൻ പറ്റത്തില്ല 40 ലെവൽ വരെ ഗിഫ്റ്റ് അടിക്കുന്ന ആൾക്ക്. ഓക്കെ, ക്രെഡിറ്റ് കാർഡിൽ ലോൺ എടുത്തിട്ടോ അതല്ലെങ്കിൽ വീടിൻ്റെ ആധാരം പണയം വെച്ചോ ഗിഫ്റ്റ് അടിക്കുന്നവരല്ല. ഓക്കെ, ആ ലെവലിലൊന്നും അടിക്കുന്നവർ, ആ ലെവലിൽ എത്തിച്ചിട്ടുള്ള ആൾക്കാരെ ഒന്നും നിങ്ങൾ അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. അവരൊക്കെ അതിന് ഇത്തിരിയെങ്കിലും പ്രാപ്തി ഉണ്ടായിട്ട് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അൻവർ ഷാ, അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ വരവ് അറിഞ്ഞിട്ട് നമ്മൾ ചിലവാക്കാൻ പാടുള്ളൂ. അവർക്ക് ഉള്ളതുകൊണ്ടായിരിക്കും അവരത് ചെയ്യുന്നത്. ഗിഫ്റ്റേഴ്സിനെ നമ്മൾ ആരെയും വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല. ഗിഫ്റ്റേഴ്സ് എല്ലാം അവരെ കൊണ്ട് പറ്റുന്നത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. ഓക്കെ, സോ അവരതിന് യോഗ്യരാണ്, അല്ലെങ്കിൽ അത് ഉള്ളതുകൊണ്ട് ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം, അല്ലേ? പിന്നെ ഒരാളും അധ്വാനിച്ചുണ്ടാക്കിയ കാശ് വെറുതെ കളഞ്ഞല്ല. അവരൊക്കെ നമുക്കൊരു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുന്ന് അടിക്കുകയാണ്. സോ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. അവർക്ക് ആ കാശ് വേറെ ഏതൊക്കെ രീതിയിൽ ചിലവാക്കാം. നമ്മളെ സഹായിക്കാൻ വേണ്ടിയല്ലേ അവർ നമുക്ക് കൊടുന്ന് ഗിഫ്റ്റ് അടിക്കണേ, അല്ലേ? അപ്പം അതിൻ്റെ ഒരു ബഹുമാനം, എനിക്ക് എല്ലാ ഗിഫ്റ്റേഴ്സിനോടും ബഹുമാനം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിപ്പം ആരാണെങ്കിലും എൻ്റെ കൂടെ നിന്നവരുടെ അടുത്ത് പ്രത്യേകിച്ചും അവരുടെ അടുത്തൊക്കെ സ്നേഹം ബഹുമാനം അതെൻ്റെ മരണം വരെ എന്നും ഉണ്ടാവുകയും ചെയ്യും. ഒരാളുടെ അടുത്തും ഞാൻ ആ ബഹുമാനം ഇല്ലാണ്ട് ഇരിക്കുകയില്ല. പിന്നെ എന്താ വെച്ചാൽ പിന്നെ മുഖത്ത് നോക്കിയിട്ട് കൊഞ്ഞനം കുത്തുമ്പോൾ തിരിച്ച് കൊഞ്ഞനം കുത്തും. അതെൻ്റെ ഒരു ശീലമാണ്. ആരെൻ്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തിയാലും ഞാൻ തിരിച്ച് കൊഞ്ഞനം കുത്തും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് റെസ്പെക്റ്റ് എന്നും ഉണ്ടാവും.